ഈ പൊസിഷനിൽ ഇനി അപ്പിലോട്ട് പോകണമെങ്കിലും ചാൻസ് കൂടുതൽ എനിക്ക് തോന്നുന്നു താഴത്തോട്ട് വരാനാണ്. അത് പക്ഷേ ഗോൾഡ് അരുതാത്ത എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ പ്ലാനിൽ പ്രകാരം ഇല്ലാത്ത എന്തെങ്കിലും കാര്യം ഗോൾഡ് ചെയ്താൽ ഇല്ല, കറക്റ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി കുറച്ച് കാലത്തേക്ക് ഡൗൺ സൈഡ് മൂവ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഇനി ഒരു എൻട്രി വരണമെന്നുണ്ടെങ്കിൽ താഴെ തന്നെ. അപ്പൊ അത് ഭയങ്കര ലോങ് പീരീഡ് ആവില്ലേ? നമ്മൾ ഇൻവെസ്റ്റേഴ്സ് നമ്മളല്ലല്ലോ മാർക്കറ്റ് നിൽക്കുന്നത്, നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യാനല്ലോ ഇരിക്കുന്നത്. ഇത് താഴെ പോകെങ്കിൽ ബ്രോക്ക് എന്ത് കാണാൻ പറ്റും? ലോ ടൈം ഫ്രെയിം 1 മണിക്കൂറൊക്കെ എന്തായിട്ട് മാറും? അല്ല, ഇതിപ്പോൾ നമ്മൾ ഇവിടെ വന്നെന്ന് പറഞ്ഞ് നമ്മൾ സെൽ എടുക്കാൻ പോകണം അല്ലല്ലോ. അല്ല ഞാൻ ചോദിച്ചത് ഇനിയിപ്പോ എനിക്ക് എന്റെ അടുത്തൊന്നും ഇനി സോൺ ഇല്ല. നമുക്ക് ZMC വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് സോൺ ഇല്ല. സോണ് ഇപ്പം നമുക്കുണ്ടല്ലോ, നമുക്ക് നോക്കേണ്ട ഇപ്പം എവിടെ നിൽക്കുന്നു എന്നുള്ള ക്വസ്റ്റിൻ്റെ ആദ്യം വരാം. നമുക്ക് അങ്ങ് മുന്നോട്ട് പോകണ്ട. ഇപ്പം എവിടെയാണ് നിൽക്കുന്നത്? ഡെയിലിയുടെ എവിടെ നിൽക്കുന്നത്? ഒരു ഇംബാലൻസ് നിൽക്കുകയാണ്. അതെ. ഇനി ഇവിടെ സെല്ല് നടക്കോ ഇല്ലേ നമ്മൾ പ്രൊഡിക്ട് ചെയ്യുന്നില്ലല്ലോ, നമുക്ക് അറിഞ്ഞില്ലല്ലോ, നമ്മൾ ആരോട് പ്രൊഡിക്ട് ചെയ്തിരിക്കുന്നില്ലല്ലോ. ശരി, അപ്പോൾ ബ്രോയ്ക്ക് എന്ത് കണ്ടാൽ ബ്രോയ്ക്ക് തീരുമാനിക്കാൻ പറ്റും ഇവിടെ സെല്ല് നടക്കുന്നത്? ഏതെങ്കിലും ടൈം ഫ്രെയിമിൽ ഷിഫ്റ്റ് നടക്കണ്ടേ? ട്രെൻഡ് എങ്ങനെയാണ് ഉണ്ടാവുക? ഇപ്പോൾ നിങ്ങൾ 1 മണിക്കൂർ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ പോയി പറ്റും അല്ലേ? സപ്പോസ് 1 മണിക്കൂർ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇതായി കഴിഞ്ഞാൽ ബ്രോ എന്ത് വിളിക്കും? ട്രെൻഡ് റിവേഴ്സലായി നമുക്ക് ബ്രീച്ച് കിട്ടി കഴിഞ്ഞാൽ താഴത്തോട്ടുള്ള ഇതിപ്പോൾ കാരണം ഡെയിലേക്കാളും മുമ്പ് എന്ത് ഷിഫ്റ്റ് ആവും? ലോ ടൈം ഫ്രെയിം ആയിരിക്കും. 1 അവർ താഴെ 5 മിനിറ്റ് ഒക്കെ ഷിഫ്റ്റ് ആയിരിക്കും. നമുക്കിവിടെ 5 മിനിറ്റ് തൊട്ടേ നോക്കി തുടങ്ങാം ആക്ച്വലി ഇൻ റിയാലിറ്റി. പക്ഷേ നമുക്ക് 1 അവറിന്റെ ഷിഫ്റ്റ് എടുത്താൽ മതി. അപ്പോൾ 1 അവർ ഷിഫ്റ്റ് ആകുമ്പോൾ ബ്രോയ്ക്ക് ഓക്കെ ഇനി ചാൻസ് ഉണ്ട് പ്രൈസിന്റെ ഡെലിവറി മിക്കവാറും ഈ നടക്കുന്നതുമായിട്ട് ഒരു ബന്ധവുമില്ല. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. എല്ലാം ഓരോ ട്രാൻസാക്ഷനാണ്. നിങ്ങൾ ഇത് കമ്പൈൻ ചെയ്യാൻ നിൽക്കരുത്. അതാണ് ഞാൻ പറയുന്നത്. ഇതിൽ അത് ടോപ്പ് ഡൗൺ ചെയ്യുമ്പോഴുള്ള കാര്യം നോക്കേണ്ട രീതി അതാണ്. ഈ നടന്ന ട്രാൻസാക്ഷനും ഒരു ബന്ധവുമില്ല. രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്.